Good morning. Good morning, ma'am. Good morning, miss. Good morning. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത് വായിച്ചു നോക്കിയായിരുന്നോ? ഓഡിറ്റ് വായിച്ചു നോക്കിയോ? ചെറുതായിട്ട് മഴയുണ്ട്. ഉണ്ടോ അവിടെ മഴയുണ്ടോ? നിങ്ങൾക്കൊക്കെ മഴയുണ്ടോ? ഇല്ല. ഓക്കെ, ഇവിടെ ചെറുതായിട്ട് മഴയുണ്ട്. ഓക്കെ, ഓഡിറ്റ് വായിച്ചായിരുന്നോ? ഓക്കെ, എന്തായിരുന്നു ഓഡിറ്റ്? ഒരാള് പറയോ എന്തായിരുന്നു ഓഡിറ്റ്? എന്തായിരുന്നു ഓഡിറ്റ്? What do you mean by audit? നൽകിയിരിക്കുന്ന വിഭവങ്ങൾക്കുള്ളിലെ കാര്യക്ഷമത, ഫലപ്രാപ്തി, ഗുണമേന്മ എന്നിവയുമായി ബന്ധപ്പെട്ട് ആസൂത്രണം, വിതരണം, വിലയിരുത്തൽ, സേവനങ്ങളുടെ ചിട്ടയായതും വിമർശനാത്മകവുമായ വിലയിരുത്തലിനെയാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. നിർദ്ദിഷ്ട മാനദണ്ഡങ്ങൾ പാലിക്കുന്ന സിസ്റ്റങ്ങളുടെ പ്രകടനം, അത് ഹോസ്പിറ്റലിന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്ന് ചെക്ക് ചെയ്യുന്നതിനെല്ലാം ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇനി എന്തിനായിരുന്നു ഓഡിറ്റ്? വൈ ഓഡിറ്റ്? എന്തിനു വേണ്ടിയിട്ടാണ് ഓഡിറ്റ് നടത്തുന്നത്? ഡാറ്റയുടെ നിലവാരം നിലനിർത്തുക, ജീവനക്കാരുടെയും ആശുപത്രിയുടെ പ്രശസ്തി സംരക്ഷിക്കുക, നിലവിലുള്ള ഫണ്ടിങ് സംരക്ഷിക്കുക, ഗുണനിലവാരം പരിഷ്കരിക്കുക, ക്ലിനിക്കുകൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്, ടീം വർക്കിനെ പ്രചോദിപ്പിക്കുന്നതിന് വേണ്ടി, രോഗപരിചരണം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്, സാമ്പത്തിക നേട്ടങ്ങൾക്ക്, കെയർ പ്രോഗ്രാം അപ്രോച്ചിന്റെ കീഴിലുള്ളവയെ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അവരുടെ കംപ്ലൈൻസ് ഒക്കെ ഉണ്ടെങ്കിൽ തീർപ്പാക്കാൻ. എക്സ്റ്റേണൽ ഓഡിറ്റ് ആൻഡ് ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാലേ നമ്മള് എന്തായിരുന്നു ഇന്റേണൽ ഓഡിറ്റ്? വേറെ ആര് പറയും ഇന്റേണൽ ഓഡിറ്റ് എന്തായിരുന്നു? ഇന്റേണൽ ഓഡിറ്റ് ആർക്ക് പറയാം? മനസ്സിലായത് പറഞ്ഞാൽ മതി. അതിന്റെ കാര്യങ്ങൾ അങ്ങനെ തന്നെ വായിച്ച് പറയണമെന്നില്ല. നിങ്ങൾക്ക് എന്താ മനസ്സിലായിരിക്കുന്നത് അത് മാത്രം പറഞ്ഞാൽ മതി. ഒരു സ്വതന്ത്ര വിലയിരുത്തലാണ് ഇന്റേണൽ ഓഡിറ്റ്. ഗ്യാരണ്ടി നൽകാൻ, ഒരു സ്ഥാപനത്തിന് ഗ്യാരണ്ടി നൽകാൻ വേണ്ടിയിട്ടില്ലേ. ഇനി എന്താ പറഞ്ഞത്? ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാല് ഓർഗനൈസേഷനും പോളിസിയും പ്രൊസീജിയറും തമ്മിൽ ഉണ്ടാകുന്ന അനുപാതത്തിലാണോ എന്ന് ചെക്ക് ചെയ്യാനും വേണ്ടിയിട്ട്. ഇനി നെക്സ്റ്റ് ആണ് എക്സ്റ്റേണൽ ഓഡിറ്റ്. എന്തായിരുന്നു എക്സ്റ്റേണൽ ഓഡിറ്റ്? വേറെ ഒരാള് പറയോ? സതിര പറയോ? എക്സ്റ്റേണൽ ഓഡിറ്റ് എന്തായിരുന്നു? External audits are used to evaluate certain aspects of. കേൾക്കുന്നില്ലല്ലോ മിസ്സിന്. പറഞ്ഞേ. Hello. പറഞ്ഞോ. External audits are used to evaluate certain aspects of characteristics of health. എന്തായിരുന്നു മനസ്സിലായത് പറഞ്ഞേ. ഓരോ ഹോസ്പിറ്റലിനും ഡിഫറെന്റ് ആയിട്ടുള്ള ക്രൈറ്റീരിയ ഉണ്ട്. അപ്പോ അതിന്റെ സ്വഭാവ സവിശേഷതകൾ വിലയിരുത്തും. ഓക്കെ. ഇനി എന്തായിരുന്നു മെഡിക്കൽ ഓഡിറ്റ്? എന്തായിരുന്നു മെഡിക്കൽ ഓഡിറ്റ്? ആർക്ക് പറയാം? ജിസ്മിനി അറിയോ മോളെ? മെഡിക്കൽ ഓഡിറ്റ് എന്തായിരുന്നു? ആരെങ്കിലും ഒന്ന് പറഞ്ഞേ, എന്തായിരുന്നു മെഡിക്കൽ ഓഡിറ്റ്? ആർക്കും അറിയില്ല. വായിച്ചില്ലേ നിങ്ങള്
എന്തായിരുന്നു മെഡിക്കൽ ഓഡിറ്റ്? റെക്കോർഡുകളുടെ മെഡിക്കൽ റെക്കോർഡ്സ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് മെഡിക്കൽ ഓഡിറ്റ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? പ്രാക്ടീഷണർമാരുടെ ക്ലിനിക്കൽ പ്രകടനം, ക്ലിനിക്കൽ പ്രകടനങ്ങളും ഡോക്ടേഴ്സ് ചികിത്സിക്കുന്നത് എല്ലാ ഡോക്ടേഴ്സും ഒരേ രീതിയിലാണോ ചികിത്സിക്കുന്നത് എന്നുള്ളത് അറിയുന്നതിന് വേണ്ടിയിട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആയിരിക്കും ഇത് ചികിത്സിക്കുന്നതിന് വേണ്ടി ഇരുത്തുന്നത്. സ്റ്റാഫിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സ്റ്റാഫുകൾ ഉണ്ടാവും. ആ സ്റ്റാഫുകളാണ് പ്രത്യേകമായിട്ട് ഈ യൂണിറ്റ് നടത്താനായിട്ട് നിയമിച്ചിട്ടുള്ള സ്റ്റാഫുകൾ ഉണ്ടാവും. ആ സ്റ്റാഫുകളാണ് ഈ യൂണിറ്റ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഇത്രയും വരെ പെർഫോമൻസ് വെരിഫൈ ചെയ്യാൻ വേണ്ടി. ഓക്കെ. മെഡിക്കൽ ഓഡിറ്റ് വരെയല്ലേ നമ്മൾ എടുത്തത്? ഓക്കെ. ഞാൻ എടുക്കുന്ന ഭാഗങ്ങൾ വായിച്ചു നോക്കിയിട്ട് വരണം കേട്ടോ, അല്ലെങ്കിൽ പിന്നീടുള്ള ക്ലാസ്സുകളിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും ക്ലിയർ ആവില്ല. ഓക്കെ. ഇനി നെക്സ്റ്റ് ആണ് എന്ത്? ക്ലിനിക്കൽ ഓഡിറ്റ്. അപ്പൊ മെഡിക്കൽ ഓഡിറ്റ് വരെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി നെക്സ്റ്റ് ആണ് ക്ലിനിക്കൽ ഓഡിറ്റ്. Clinical audit covers all features of clinical care, including that provided by nursing and paramedical staff. എന്താ പറഞ്ഞത്? ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത് എന്താണ്? നഴ്സിംഗ് സ്റ്റാഫുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ പാരാമെഡിക്കൽ സ്റ്റാഫുകൾ എന്നിവർ നൽകുന്ന ക്ലിനിക്കൽ കെയറിന്റെ എല്ലാ സവിശേഷതകളും ഉൾക്കൊള്ളുന്നതാണ് ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. എന്താണ്? നഴ്സിംഗ് സ്റ്റാഫുകള്, പാരാമെഡിക്കൽ സ്റ്റാഫുകള് എന്നിവർ നൽകുന്ന ക്ലിനിക്കൽ കെയറിന്റെ എല്ലാ സവിശേഷതകളും ഉൾക്കൊള്ളുന്നതാണ് ക്ലിനിക്കൽ ഓഡിറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്? പാരാമെഡിക്കൽ സ്റ്റാഫുകള്, അതുപോലെ നഴ്സിംഗ് സ്റ്റാഫുകള്, ഇവരുടെ പെർഫോമൻസ് ആണ് ഇവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ക്ലിനിക്കൽ ഓഡിറ്റിൽ എന്താണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്? നഴ്സിംഗ് സ്റ്റാഫുകളുടെയും പാരാമെഡിക്കൽ സ്റ്റാഫുകളുടെയും എന്താണ്? പെർഫോമൻസ്. ഇവർ ചെയ്യുന്ന പെർഫോമൻസ് ആണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതാണ് ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാല്. ക്ലിയർ ആയോ? എന്തായിരുന്നു ക്ലിനിക്കൽ ഓഡിറ്റ്? നഴ്സിംഗ് സ്റ്റാഫുകളും പാരാമെഡിക്കൽ സ്റ്റാഫ്സും ചെയ്യുന്ന പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നു. ക്ലിയർ ആയോ? മനസ്സിലായോ? ഞാൻ പറഞ്ഞത് എഴുതിയെടുക്കുന്നുണ്ടോ നിങ്ങള്? പറയണോ വീണ്ടും? ഓക്കെ. നഴ്സിംഗ് സ്റ്റാഫുകൾ, പാരാമെഡിക്കൽ സ്റ്റാഫുകൾ എന്നിവർ നൽകുന്ന നഴ്സിംഗ് സ്റ്റാഫുകൾ, പാരാമെഡിക്കൽ സ്റ്റാഫുകൾ എന്നിവർ നൽകുന്ന ക്ലിനിക്കൽ കെയറിന്റെ എല്ലാ സവിശേഷതകളും ഉൾക്കൊള്ളുന്നതാണ് ക്ലിനിക്കൽ ഓഡിറ്റ്. നീ ജസ്റ്റ് ഒന്ന് എഴുതിക്കോളൂ. നഴ്സിംഗ് സ്റ്റാഫുകള്, പാരാമെഡിക്കൽ സ്റ്റാഫുകളുടെയും പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നു. അതാണ് മെയിൻ ആയിട്ടുള്ള പോയിന്റ് കേട്ടോ. ഇനി ശ്രദ്ധിച്ചേ, നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ. ക്ലിനിക്കൽ ഓഡിറ്റ്, a quality improvement process that tries to enhance patient care and efforts through systematic analysis of care of the healthcare team against clear-cut criteria and the implications of the implementations of change. എന്താ പറയുന്നത്? ക്ലിനിക്കൽ ഓഡിറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? അല്ലെങ്കിൽ ക്ലിനിക്കൽ ഓഡിറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് ഉള്ളത്? ക്വാളിറ്റി എന്താണ്? ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോസസ് ആണ് ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാല്. ഒരു ഹോസ്പിറ്റലില് എങ്ങനെയെല്ലാം ക്വാളിറ്റി വർദ്ധിപ്പിക്കാം, അല്ലെ? രോഗികളെ പരിചരിക്കുന്നതുമായിട്ട്, അല്ലെങ്കിൽ എന്താണ് അവിടുത്തെ സ്റ്റാഫുകൾക്ക് നല്ലൊരു ബെറ്റർ എൻവയോൺമെന്റ് നൽകുന്നതിന് വേണ്ടിയിട്ട്, അങ്ങനെയുള്ള പല ക്വാളിറ്റീസും ഇംപ്രൂവ് ചെയ്യുന്നതിന്
ക്ലിയർ ആയോ? അപ്പൊ ഫസ്റ്റ് പോയിന്റ് എന്താണ്? ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോസസ് ആണ്. ഇനി സെക്കൻഡ് പോയിന്റ് നോക്കി, എൻഹാൻസ് പേഷ്യന്റ് കെയർ. എന്താണ് എൻഹാൻസ്? എന്താ എൻഹാൻസ് മീനിങ് എന്താ? എൻഹാൻസ് എന്ന് പറഞ്ഞാല് എൻഹാൻസ് എന്താ മീനിങ്? ഉയർത്തുക അല്ലെങ്കിൽ എന്താണ്? കൂട്ടുക. പേഷ്യന്റ് കെയർ ഉയർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോസസ് ആണ്. അതുപോലെ സെക്കൻഡ് പോയിന്റ് എന്താണ്? എൻഹാൻസ് പേഷ്യന്റ് കെയർ. ഇനി എന്താണ് നെക്സ്റ്റ് പോയിന്റ്? സിസ്റ്റമാറ്റിക് അനാലിസിസ് care of the healthcare team against the clear-cut criteria and the implementation of the change. എന്താ പറയുന്നത്? സിസ്റ്റമാറ്റിക് അനാലിസിസിലൂടെ ഒരു ഓർഗനൈസേഷന്റെ കെയർ എങ്ങനെയുള്ളതാവണം എന്ന് വിലയിരുത്തുന്നു. ക്ലിയർ ആയോ? സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അനാലിസിസിലൂടെ ഒരു ഓർഗനൈസേഷന്റെ കെയർ എങ്ങനെയുള്ളതാവണം എന്ന് വിലയിരുത്തുന്നു. അതാണ് തേർഡ് പോയിന്റ്. ക്ലിയർ ആയോ? ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോസസ് ആണ്. അതുപോലെ തന്നെ പേഷ്യന്റിന്റെ കെയർ, പേഷ്യന്റിന് കൊടുക്കുന്ന കെയർ വർദ്ധിപ്പിക്കുന്നു. അതാണ് സെക്കൻഡ് പോയിന്റ്. ഇനി തേർഡ് പോയിന്റ് എന്താണ്? സിസ്റ്റമാറ്റിക് അനാലിസിസിലൂടെ ഒരു ഓർഗനൈസേഷന്റെ കെയർ എങ്ങനെയുള്ളതാവണം എന്ന് വിലയിരുത്തുന്നു. 3 പോയിന്റ് മനസ്സിലായോ? ക്ലിയർ ആണ്. അപ്പൊ എന്താണ് ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ? എന്താണ്? നഴ്സിംഗ് സ്റ്റാഫുകളുടെയും അതുപോലെ തന്നെ അവിടെയുള്ള പാരാമെഡിക്കൽ സ്റ്റാഫുകളുടെയും പെർഫോമൻസ് എങ്ങനെയുള്ളതാണെന്ന് അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് വിലയിരുത്തുന്നതാണ് ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാല്. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ക്ലിനിക്കൽ ഓഡിറ്റ് ചെയ്യുന്നത്? പെർഫോമൻസ് അല്ലെ, അവരുടെ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ചെയ്യാനായിട്ട്, അതുപോലെ എന്താണ് പേഷ്യന്റ് കെയർ എൻഹാൻസ് ചെയ്യാനായിട്ട്, ഉയർത്താനായിട്ട്. ഇനി സിസ്റ്റമാറ്റിക് അനാലിസിസിലൂടെ ഒരു ഓർഗനൈസേഷന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് അല്ലെങ്കിൽ എങ്ങനെയുള്ളതാവണം അവര് നൽകുന്ന കെയർ, അത് വിലയിരുത്തുന്നതാണ് തേർഡ് പോയിന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇനി നോക്കിയേ, നെക്സ്റ്റ് ആണ് ഓർഗനൈസേഷണൽ ഓഡിറ്റ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓഡിറ്റ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. അന്നാന്ന് എടുക്കുന്ന കാര്യങ്ങള് അന്നാന്ന് തന്നെ വായിച്ചു പോണം, അല്ലെങ്കിൽ നമുക്ക് ക്ലിയർ ആവില്ല. ഓക്കെ, ഇത് ബുദ്ധിമുട്ടുള്ളതാണ് ഓഡിറ്റ് കേട്ടോ, അതുകൊണ്ടാണ് മിസ് പറയുന്നത്. ഓക്കെ, ഓർഗനൈസേഷണൽ ഓഡിറ്റ് നോക്കി. ഓർഗനൈസേഷണൽ ഓഡിറ്റ് മീൻസ് investigation of practice like appointments, systems, policies, practice, standards, which are considered as primarily administrative functions. എന്താണ് ഓർഗനൈസേഷണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാല്? ഓർഗനൈസേഷണൽ ഓഡിറ്റ് എന്നാൽ അപ്പോയിന്റ്മെന്റ് സിസ്റ്റംസ്, പോളിസീസ്, പ്രാക്ടീസ്, സ്റ്റാൻഡേർഡ്സ്, അതുപോലെ തന്നെ ഒരു ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസുകള് എന്നിവയെ കുറിച്ചുള്ള വിലയിരുത്തൽ, അതാണ് ഓർഗനൈസേഷണൽ ഓഡിറ്റ്. അപ്പൊ ഓർഗനൈസേഷണൽ ഓഡിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ആ മൊത്തത്തിലുള്ള അല്ലെ, ഓർഗനൈസേഷന്റെ മൊത്തത്തിലുള്ള വിലയിരുത്തലാണ് ഓർഗനൈസേഷണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാല്. എന്തൊക്കെ പെടും അതിനകത്ത്? അപ്പോയിന്റ്മെന്റ് സിസ്റ്റംസ് ഉണ്ടാവും, പോളിസീസ് ഉണ്ടാവും, പ്രാക്ടീസ് ഉണ്ടാവും, സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും, കൂടാതെ എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അഡ്മിനിസ്ട്രേഷൻ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർഗനൈസേഷന്റെ പോളിസീസും പ്രൊസീജിയേഴ്സും എങ്ങനെയാണ് ഓരോ ഡിപ്പാർട്ട്മെന്റും പ്രവർത്തിക്കേണ്ടത് എന്നുള്ള പോളിസീസ് ആയാലും പ്രൊസീജിയേഴ്സ് ആയാലും ഉണ്ടാക്കുന്നത് ആരാണ്? അഡ്മിനിസ്ട്രേഷൻ ഏരിയാസ് ആണ്. അവരുടെ ഫങ്ഷൻസും അവരുടെ ഫങ്ഷൻസ് എന്നിവയെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും വിലയിരുത്തുന്നതാണ് ഓർഗനൈസേഷണൽ ഓഡിറ്റ്. ക്ലിയർ ആയോ? ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി കേട്ടോ. ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ അത് മൊത്തത്തിലുള്ള വിലയിരുത്തല്. എന്തൊക്കെയാണ്? അപ്പോയിന്റ്മെന്റ് സിസ്റ്റംസ് ഉണ്ടാവും, പോളിസീസ്, പ്രാക്ടീസ്, സ്റ്റാൻഡേർഡ്സ്, കൂടാതെ അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസ്. ഇവയുടെ എല്ലാം മൊത്തത്തിലുള്ള ഒരു വിലയിരുത്തലാണ് ഓർഗനൈസേഷണൽ ഓഡിറ്റ്. ഇത്രയുമാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓഡിറ്റുകൾ നമ്മൾ പഠിച്ചത്. ക്ലിയർ ആണോ?
ആ ക്ലിനിക്കൽ ഓഡിറ്റും ഓർഗനൈസേഷണൽ ഓഡിറ്റും ഒന്ന് വായിച്ചു നോക്കിയേ. ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചോളൂ കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ, ഇനി നെക്സ്റ്റ് ടോപ്പിക് ആണ് മെത്തേഡ്സ് യൂസ്ഡ് ഇൻ ഓഡിറ്റ്. ഓഡിറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ മെത്തേഡ്സ് ആണ് അതിനകത്ത് യൂസ് ചെയ്യുന്നത്? ഫസ്റ്റ് എന്താണ്? ഡയറക്റ്റ് ഒബ്സർവേഷൻ. ഡയറക്റ്റ് ആയിട്ട് നമ്മൾ നിരീക്ഷിക്കണം. നമ്മൾ പറഞ്ഞു എന്താണ്, ഹോസ്പിറ്റലുകളിൽ ഒരു ഓഡിറ്റ് നടത്തുമ്പോൾ പ്രത്യേകമായിട്ടൊരു വിഷയം എടുക്കും അല്ലെ. ചിലപ്പോ എന്താണ്, പേഷ്യൻസ് കെയർ ആവാം, അല്ലെങ്കിൽ ഡോക്ടർമാരുടെ ട്രീറ്റ്മെന്റ്, അങ്ങനെ ഒരു പ്രത്യേകം നമ്മൾ എന്ത് ചെയ്യും, ഓരോ വിഷയം എടുത്തിട്ടാണ് ഓഡിറ്റ് ചെയ്യുന്നത്. അപ്പോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വിഷയങ്ങൾ ഉണ്ടാവും. അതിനകത്ത് പ്രത്യേക തരത്തിൽ നമ്മൾക്ക് എന്താണ് യോജിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയം എടുത്തിട്ട് ഓഡിറ്റ് നടത്തുന്നു. അപ്പൊ അങ്ങനെ ഓഡിറ്റ് നടത്തുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് എന്ത് ചെയ്യണം? ഫസ്റ്റ് ഡയറക്റ്റ് ഒബ്സർവേഷൻ, നേരിട്ട് അതിനെ നിരീക്ഷിക്കണം. അതാണ് ഫസ്റ്റ് മെത്തേഡ്. ഡയറക്റ്റ് ആയിട്ട് നിരീക്ഷിച്ചു. ഇനി എന്താണ്? ചെക്ക് ലിസ്റ്റ്സ് അല്ലെ. അപ്പോ ചെക്ക് ലിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഓഡിറ്റ് നടത്താനായിട്ട് പല രേഖകളുടെയും ആവശ്യം വരും. ഇപ്പൊ പേഷ്യൻസിന്റെ റെക്കോർഡ്സ്, മെഡിക്കൽ റെക്കോർഡ്സ്, അങ്ങനെയുള്ള പല രേഖകളും ഡോക്യുമെന്റ്സും ആവശ്യമായിട്ട് വരും. അപ്പോ ആ ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കേണ്ടതുണ്ട്. ഇനി എന്താണ്? ഡോക്യുമെന്റേഷൻ ഓർ റെക്കോർഡ്സ്. നമ്മൾ പറഞ്ഞു എന്താണ്, പ്രധാനമായിട്ടും ഹോസ്പിറ്റലുകളിൽ ഓഡിറ്റ് നടത്തുമ്പോൾ റെക്കോർഡ്സുകൾ എന്ന് പറഞ്ഞാൽ ആരുടെ റെക്കോർഡ്സ് ആയിരിക്കാം ഉപയോഗിക്കുന്നത്? അതിന് വേണ്ടിയിട്ട് ആരുടെ റെക്കോർഡ്സ് ആയിരിക്കാം? അല്ലെങ്കിൽ പേഷ്യന്റ് റെക്കോർഡ്സ്. വെരി ഗുഡ്, പേഷ്യന്റിന്റെ റെക്കോർഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോ പേഷ്യന്റിന്റെ റെക്കോർഡ്സ് നമ്മൾ എന്ത് ചെയ്യണം? കളക്ട് ചെയ്യണം. അതാണ് തേർഡ് മെത്തേഡ് ആയിട്ട് പറഞ്ഞത്, ഡോക്യുമെന്റേഷൻസ് ഓർ റെക്കോർഡ്സ്. നമ്മൾ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പല റെക്കോർഡ്സ് ആയാലും അല്ലെങ്കിൽ എന്താണ് ഡോക്യുമെന്റേഷൻസ് ആയാലും കളക്ട് ചെയ്യണത് പേഷ്യന്റിന്റെ റെക്കോർഡ്സ് ആണ് മെയിൻ ആയിട്ടും അതിൽ ഉപയോഗിക്കുന്നത്. ഇനി എന്താണ്? ക്വസ്റ്റ്യനയേഴ്സ് അല്ലെ. നിങ്ങൾക്കറിയാം എന്താ ക്വസ്റ്റ്യനയേഴ്സ്? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ മാർക്കറ്റിംഗിലൊക്കെ. ക്വസ്റ്റ്യനയേഴ്സ്, സർവീസ്, ഓർമ്മയുണ്ട് അതൊക്കെ മാർക്കറ്റ് റിസർച്ചില്. ചോദ്യാവലി നമ്മൾ തയ്യാറാക്കണം അല്ലെ. എങ്ങനെയാണ്? പേഷ്യൻസിനോടോ അല്ലെങ്കിൽ അവിടെയുള്ള സ്റ്റാഫുകളോടൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടാണ് നമ്മൾ ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. അതാണ് ക്വസ്റ്റ്യനയേഴ്സ് എന്ന് പറയുന്നത്. ഇനി എന്താണ്? ഇന്റർവ്യൂസ്. അറിയാലോ ഇന്റർവ്യൂസ് എന്താ? അതുപോലെ തന്നെ അല്ലെ, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പല ആളുകളോടും അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകളോടായാലും അഭിമുഖം. ഓക്കെ, എന്താണ്? സ്റ്റാഫുകളോടോ അല്ലെങ്കിൽ പേഷ്യൻസിനോടോ ഇവിടുത്തെ കെയറിങ് എങ്ങനെയുണ്ട്, നല്ല സാറ്റിസ്ഫൈഡ് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓരോരോ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. അതാണ് ഇന്റർവ്യൂസ്. ഇനി എന്താണ്? ക്ലിനിക്കൽ കേസസ് റിവ്യൂ അല്ലെ.
അതെന്താ പറയുന്നത്? രോഗിയുടെ പരിചരണം എങ്ങനെയാണ് നടത്തുന്നത്? രോഗിയുടെ പരിചരണം എങ്ങനെയാണ്? ക്ലിനിക്കൽ കേസസ് ആണ് പറയുന്നത്. രോഗി പരിചരണം എങ്ങനെയാണ് നടത്തുന്നത്? അതുപോലെ പേഷ്യൻസിൽ നിന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് റിപ്പോർട്ട് തയ്യാറാക്കുന്നു. ഇത്രയും മെത്തേഡ്സ് ആണ് നമ്മൾ ഓഡിറ്റിൽ യൂസ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ഡയറക്റ്റ് ഒബ്സർവ് ചെയ്യണം, ഡയറക്റ്റ് ആയിട്ട് ഒബ്സർവേഷൻ നടത്താം. അതുപോലെ തന്നെ രേഖകളിലെ അല്ലെ ചെക്ക് ലിസ്റ്റുകൾ തയ്യാറാക്കണം. റെക്കോർഡ്സ് അല്ലെങ്കിൽ ഡോക്യുമെന്റേഷൻസ്, പല കാര്യങ്ങളും രോഗികളുടെ പേഷ്യൻസ് റെക്കോർഡ്സ് ആയാലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ചെക്ക് ചെയ്തിട്ട് വേണം ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കാനായിട്ട്. ക്വസ്റ്റ്യനെയേഴ്സ് ചെയ്യാം, അതുപോലെ ഇന്റർവ്യൂ, അതുപോലെ തന്നെ എന്താണ് ക്ലിനിക്കൽ കേസസ്, രോഗി പരിചരണം എങ്ങനെയാണ്, അതുപോലെ പല പേഷ്യൻസുകളോടും നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ച് അവരിൽ നിന്ന് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് റിപ്പോർട്ട് തയ്യാറാക്കുന്നു. കിട്ടിയില്ലേ കാര്യങ്ങള്? അപ്പോ ഓഡിറ്റ് യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാല് ഓർമ്മയിൽ വരണം ഏതൊക്കെയാണെന്ന് കേട്ടോ. ഡയറക്റ്റ് ഒബ്സർവേഷൻ ഉണ്ട്, ചെക്ക് ലിസ്റ്റ് ഉണ്ട്, ഡോക്യുമെന്റേഷൻ ഓർ റെക്കോർഡ്സ് ഉണ്ട്, ക്വസ്റ്റ്യനെയേഴ്സ് ഉണ്ട്, ഇന്റർവ്യൂസ് ഉണ്ട്, ക്ലിനിക്കൽ കേസസ് റിവ്യൂ ഉണ്ട്. ഇനി നെക്സ്റ്റ് നോക്കാം, ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ്. ക്ലിനിക്കൽ ഓഡിറ്റിന്റെ ടൈപ്സ് ആണ്, 2 തരത്തിലാണ് ക്ലിനിക്കൽ ഓഡിറ്റ് ഉള്ളത്. 2 ടൈപ്സ് ഉണ്ട്. കൺകറന്റ് ഓഡിറ്റും റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റും. 2 തരത്തിലാണ് ക്ലിനിക്കൽ ഓഡിറ്റ് ഉള്ളത് കേട്ടോ. ഓക്കെ, ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാം, ഏതൊക്കെയാണ് ക്ലിനിക്കൽ ഓഡിറ്റിന്റെ ടൈപ്സുകള് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത് വരാം. ഓക്കെ, അപ്പോ കൺകറന്റ് ഓഡിറ്റ് ഉണ്ട്, റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റ് ഉണ്ട്. ഫസ്റ്റ് നോക്കാം കൺകറന്റ് ഓഡിറ്റ്. കെയർ ഈസ് അസസ്ഡ് അറ്റ് ദ ടൈം ഇറ്റ് ഈസ് ടേക്കിംഗ് സ്പീഡ്. എന്താ പറയുന്നത്? ഫസ്റ്റ് എഴുതി വെച്ചോളൂ കേട്ടോ. പരിചരണം അത് നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ നടക്കുന്ന സമയത്ത് വിലയിരുത്തുന്നു. അതാണ് കൺകറന്റ് ഓഡിറ്റ്. എന്താ പറഞ്ഞത്? പരിചരണം അത് നടക്കുന്ന സമയത്ത് വിലയിരുത്തുന്നു, ഇവാലുവേറ്റ് ചെയ്യുന്നു. ഒരു രോഗി ഹോസ്പിറ്റലിലോട്ട് വന്നു, അയാളെ എന്ത് ചെയ്തു? കെയർ കൊടുക്കും അല്ലെ, പരിചരണം നടത്തുന്നു. ആ പരിചരണം നടത്തുന്ന സമയത്ത് അവരെ ഇവാലുവേറ്റ് ചെയ്യുന്നു. അതാണ് കൺകറന്റ് ഓഡിറ്റ്. കിട്ടിയോ? കൺസെപ്റ്റ് മനസ്സിലായോ? എന്താണ് കൺകറന്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞാല്? പരിചരണം അത് നടത്തുന്ന സമയത്ത് ഇവാലുവേറ്റ് ചെയ്യുന്നു. മനസ്സിലായോ? ഒരു രോഗി ഹോസ്പിറ്റലിൽ വന്നു, അയാളെ പരിചരിക്കുന്നു, ആ പരിചരണം നടക്കുന്ന സമയത്ത് ഇവാലുവേഷൻ ചെയ്യുന്നു. ക്ലിയർ ആയില്ലേ? അത് കൺകറന്റ് ഓഡിറ്റ്. ഇപ്പൊ കൺകറന്റ് ഓഡിറ്റ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ബാങ്കിലൊക്കെയാണ് കൺകറന്റ് ഓഡിറ്റ് നടത്തുന്നത്. അപ്പൊ അവിടെ നമ്മളിപ്പോ എന്ത് ചെയ്യും? ഒരു എന്താണ് നിശ്ചിത എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? കൊണ്ടുപോകും അല്ലെ. അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആ പൈസ ക്യാഷ് കൊടുക്കുന്ന സമയത്ത് അവരെന്ത് ചെയ്യും? കമ്പ്യൂട്ടറിൽ എൻ്റർ ചെയ്യില്ലേ? ഇത്ര എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് എൻ്റർ ചെയ്യും അല്ലെ. അല്ലെങ്കിൽ എങ്ങനെയാണ് പിന്നീട് വെക്കോ അവര്? അങ്ങനെയാണോ ചെയ്യാറ്? ആ നടക്കുന്ന സമയത്താണ് അവര് ആ കമ്പ്യൂട്ടറിൽ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് അല്ലെ. ഇപ്പൊ ബാങ്കിൽ ഒക്കെ യൂസ് ചെയ്യുന്ന ഓഡിറ്റ് എന്ന് പറഞ്ഞാല് കൺകറന്റ് ഓഡിറ്റ് ആണ്. ആ നടക്കുന്ന സമയത്താണ് അവര് ഇവാലുവേഷൻ നടത്തുന്നത്. കിട്ടിയോ? മനസ്സിലായോ അത്? ഇനി എന്താണ് റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റ്? കെയർ ഈസ് റേറ്റഡ് ആഫ്റ്റർ has been completed through records. എന്താ പറയുന്നത്? രേഖകൾ മുഖേന പൂർത്തിയാക്കിയ ശേഷമാണ് പരിചരണം വിലയിരുത്തുന്നത്. എന്താണ് പറഞ്ഞത്? രേഖകൾ മുഖേന പൂർത്തിയാക്കിയ ശേഷമാണ് പരിചരണം വിലയിരുത്തുന്നത്. നമ്മളിപ്പോ ഒരു രോഗി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു, കെയർ കൊടുത്ത ശേഷം അയാളുടെ റെക്കോർഡ്സ് ഒക്കെ കംപ്ലീറ്റ് ആയി, അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്? ഇവാലുവേഷൻ നടത്തുന്നത്. അതാണ് റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റ്. പരിചരണം അല്ലെങ്കിൽ രേഖകൾ മുഖേന പൂർത്തിയാക്കിയ ശേഷമാണ് പരിചരണം വിലയിരുത്തുന്നത്. രേഖകൾ മുഖേന പൂർത്തിയാക്കിയ ശേഷമാണ് പരിചരണം വിലയിരുത്തുന്നത്.
കിട്ടിയോ? മനസ്സിലായോ? ഇപ്പൊ എന്താണ്, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻഷുറൻസ് ക്ലെയിംസ്. ഒരു രോഗിക്ക് ഇപ്പൊ ഓരോ ഇൻഷുറൻസ് കവറേജ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആ രേഖകളൊക്കെ സബ്മിറ്റ് ചെയ്ത് ഒരു പ്രത്യേക കാലയളവൊക്കെ കഴിഞ്ഞാൽ എന്താണ് ആ ഒരു ഇൻഷുറൻസ് ക്ലെയിം തരുള്ളൂ. അപ്പൊ അതൊക്കെ നമുക്ക് എന്താണ് റിട്രോസ്പെക്റ്റീവ് ഓഡിറ്റ് ആയിട്ട് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം. ക്ലിയർ ആയോ? എന്താ പറയുന്നത്? ഒരു രോഗിക്ക് ഒരു ഇൻഷുറൻസ് കവറേജ് ഒക്കെ ഉണ്ടെങ്കിൽ ഇൻഷുറൻസ് ക്ലെയിം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചില രേഖകളൊക്കെ പറഞ്ഞു തരാം കേട്ടോ സുഷ. ചില രേഖകളൊക്കെ എന്ത് ചെയ്യണം? സബ്മിറ്റ് ചെയ്യണം അല്ലെ? ആ രേഖകൾ സബ്മിറ്റ് ചെയ്ത് അത് അവര് ഇവാലുവേറ്റ് ചെയ്തതിനു ശേഷമാണ് ഇൻഷുറൻസ് ക്ലെയിം കിട്ടുന്നത്. അപ്പൊ അതൊക്കെ എന്താണ് റിട്രോസ്പെക്റ്റീവ് ഓഡിറ്റ് ആയിട്ട് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം. നോക്കിക്കോളൂ കേട്ടോ. റിട്രോസ്പെക്റ്റീവ് ഓഡിറ്റ് ഒന്നുകൂടിയും പറയാം. രേഖകൾ മുഖേന പൂർത്തിയാക്കിയ ശേഷമാണ് പരിചരണം വിലയിരുത്തുന്നത്. മനസ്സിലായോ? എക്സാമ്പിൾ മനസ്സിലായോ റിട്രോസ്പെക്റ്റീവ് ഓഡിറ്റിന്റെ? ഓക്കെ, ഇനി പറയണോ? ഡൗട്ട് ഉണ്ടോ? കൺകറന്റ് ഓഡിറ്റും റിട്രോസ്പെക്റ്റീവ് ഓഡിറ്റും രണ്ടും ക്ലിയർ ആണോ? ഓക്കെയാണ്. ഒന്നുകൂടി പറയണോ? ഏതാ പറയേണ്ടത്? രണ്ടും പറയണോ? കൺകറന്റ് ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരാം. കൺകറന്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പരിചരണം അത് നടത്തുന്ന സമയത്ത് വിലയിരുത്തുന്നു. ഒരു രോഗി ഹോസ്പിറ്റലിൽ വന്നു, പരിചരിച്ചു, കെയർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ വിലയിരുത്തുന്നു. അതാണ് കൺകറന്റ് ഓഡിറ്റ്. ഞാൻ പറഞ്ഞില്ലേ, ബാങ്കിന്റെ എക്സാമ്പിൾ പറഞ്ഞില്ലേ, നമ്മള് പൈസ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ആ സമയത്ത് അവര് കമ്പ്യൂട്ടറിൽ എന്ത് ചെയ്യുന്നുണ്ട്? എൻ്റർ ചെയ്ത് വെക്കുന്നുണ്ട് അല്ലെ? അതാണ് എന്ത്? കൺകറന്റ് ഓഡിറ്റ്. ആ കൊടുക്കുന്ന സമയത്ത് തന്നെ ഇത്ര എമൗണ്ട് ആണ് ഇന്നാളിന്റെ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്ത് വെക്കുന്നുണ്ട്? കമ്പ്യൂട്ടറിൽ അത് എൻ്റർ ചെയ്ത് വെക്കുന്നുണ്ട്. ക്ലിയർ ആയോ? കൺകറന്റ് ഓഡിറ്റ് ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടോ ഇനി? ഓക്കെ, ഇനി എന്താണ് റിട്രോസ്പെക്റ്റീവ് ഓഡിറ്റ്? അതെന്താണ്? രേഖകൾ മുഖേന പൂർത്തിയാക്കിയ ശേഷമാണ് പരിചരണം നടത്തുന്നത്. എന്താ പറഞ്ഞത്? ഒരു രോഗി ഹോസ്പിറ്റലിൽ വന്നു, കെയർ കൊടുത്തു, അതിനുശേഷം എന്താണ്? അയാളുടെ റെക്കോർഡുകൾ കംപ്ലീറ്റ് ആക്കി അതിനുശേഷം ഇവാലുവേഷൻ ചെയ്യുന്നു. ഓക്കെ ആണോ? മനസ്സിലായില്ലേ? ഒരു രോഗി ഹോസ്പിറ്റലിൽ വന്നു, പരിചരണം നടത്തി അല്ലെങ്കിൽ കെയർ കൊടുത്തു, അയാളുടെ റെക്കോർഡുകൾ കംപ്ലീറ്റ് ആക്കി അതിനുശേഷം ഇവാലുവേഷൻ നടത്തുന്നു. അതാണ് റിട്രോസ്പെക്റ്റീവ് ഓഡിറ്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് പർപ്പസ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ്. പർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തിനു വേണ്ടിയിട്ടാണ്? അല്ലെങ്കിൽ ക്ലിനിക്കൽ ഓഡിറ്റിന്റെ ഉദ്ദേശം എന്താണ്? ഇതാണ് പർപ്പസ് എന്ന് പറഞ്ഞാൽ കേട്ടോ. ഫസ്റ്റ് പോയിന്റ് നോക്കി. Planning the future course of action. It is needful to obtain baseline information to assessment of the achievements. എന്താണ് അച്ചീവ്മെന്റ്സ്? അച്ചീവ്മെന്റ്സ് എന്താ? അച്ചീവ്മെന്റ്സ് നേട്ടങ്ങൾ. ഒരു ഹോസ്പിറ്റലിന്റെ ഫ്യൂച്ചർ പ്ലാൻസിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ എന്താണ് ഫ്യൂച്ചറിലുള്ള അച്ചീവ്മെന്റ്സിന് അല്ലെ, ഫ്യൂച്ചറില് നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടും അതെന്ത് ചെയ്യുന്നുണ്ട്? അത് വിലയിരുത്താനായിട്ട് ഒരു ഹോസ്പിറ്റലിന്റെ ഫ്യൂച്ചർ പ്ലാൻസിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഹോസ്പിറ്റലിന്റെ ഫ്യൂച്ചർ നേട്ടങ്ങളെ, ഫ്യൂച്ചറിൽ വരുന്ന നേട്ടങ്ങൾ എന്താണ്, അച്ചീവ്മെന്റ്സ് എന്താണ്, അത് അസസ്മെന്റ് നടത്താൻ വേണ്ടിയിട്ടുമാണ് ക്ലിനിക്കൽ ഓഡിറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? എന്തായിരുന്നു ഫസ്റ്റ് പോയിന്റ്? എന്താ പറഞ്ഞത്? ഒരു ഹോസ്പിറ്റലിന്റെ ഫ്യൂച്ചർ ആയിട്ടുള്ള പ്ലാനിങ്ങിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ വരുന്ന അച്ചീവ്മെന്റ്സ് എന്തൊക്കെയാണ് അത് വിലയിരുത്താൻ വേണ്ടിയിട്ടുമാണ് ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തുന്നത്. ഓക്കെയാണോ? ഫസ്റ്റ് പോയിന്റ് മനസ്സിലായി. ഇനി എന്താണ്? ഫോർ കമ്പാരിസൺ പർപ്പസ് വിത്ത് എ വ്യൂ ടു ഇംപ്രൂവിംഗ് ദ സർവീസ്. അപ്പോ ആ ഇംപ്രൂവിംഗ് ദ സർവീസിന്റെ അടിയിൽ ഒന്ന് വരച്ചു വെക്കാം. അത് മാത്രം ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. എന്താണ്?
സർവീസ് ഇംപ്രൂവ് ചെയ്യുന്നുണ്ടോ എന്ന് വിലയിരുത്താൻ വേണ്ടിയിട്ട്. ക്ലിയർ ആയോ? ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സർവീസുകൾ എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് ചെയ്യണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തുന്നത്. മനസ്സിലായില്ലേ സെക്കൻഡ് പോയിന്റ്? ഇനി എന്താണ് തേർഡ് പോയിന്റ്? ഇറ്റ് ഈസ് റെഗുലേറ്ററി ഇൻ നേച്ചർ ദാറ്റ് എൻഷുർ full and effective utilization of staff and facilities available. എന്താ പറഞ്ഞത്? ഫുൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പൂർണ്ണമായും അതുപോലെ തന്നെ ഫലപ്രദവുമായിട്ട് എന്ത് ചെയ്യണം? യൂട്ടിലൈസേഷൻ ചെയ്യാം. ആരെ യൂട്ടിലൈസേഷൻ ചെയ്യണം? അവിടുത്തെ സ്റ്റാഫുകളെ, അല്ലെ? എന്താ പറഞ്ഞത്? ആവശ്യത്തിനനുസരിച്ച് സ്റ്റാഫുകളെ എഫക്റ്റീവായിട്ടും അതുപോലെ തന്നെ പൂർണ്ണവുമായിട്ടും യൂട്ടിലൈസേഷൻ ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തുന്നു. ഇനി എന്താണ്? ഇവാലുവേറ്റ് ദ ഇഫക്റ്റീവ്നെസ് ആൻഡ് എഫിഷ്യൻസി ഓഫ് ഹെൽത്ത് പ്രോഗ്രാംസ് ആൻഡ് സർവീസ് പുട്ട് ഇൻ ടു പ്രാക്ടീസ് എന്ന് പറഞ്ഞത് അവിടെ കൊടുക്കുന്ന സർവീസിലായാലും അതുപോലെ തന്നെ ഹെൽത്ത് പ്രോഗ്രാംസിലും ഇഫക്റ്റീവായിട്ടും അല്ലെങ്കിൽ എത്രമാത്രം എഫിഷ്യൻസി ഉണ്ട് അല്ലെങ്കിൽ ഇഫക്റ്റീവ്നെസ് ഉണ്ട് എന്ന് അളക്കാനായിട്ടാണ് ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തുന്നത്. എന്താണ്? അവിടെ കൊടുക്കുന്ന ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സർവീസുകള് അതുപോലെ തന്നെ ഹെൽത്ത് കെയർ പ്രോഗ്രാംസിനൊക്കെ എത്രത്തോളം കാര്യക്ഷമമായിട്ട് കൊടുക്കുന്നുണ്ട്, എത്രത്തോളം എഫിഷ്യൻസി ഉണ്ട്, എഫക്റ്റീവ്നെസ് ഉണ്ട്, ഫലപ്രദമായിട്ടാണ് അവർ കൊടുക്കുന്നത് എന്ന് ഇവാലുവേറ്റ് ചെയ്യാനായിട്ടാണ് ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തുന്നത്. ഓക്കെ ആണോ? മനസ്സിലായോ? ഫോർത്ത് പോയിന്റ്, അവര് കൊടുക്കുന്ന സർവീസിലും ഹെൽത്ത് കെയർ പ്രോഗ്രാംസിലും എത്രമാത്രം ഇഫക്റ്റീവ്നെസ് ഉണ്ട്, എത്രമാത്രം എഫിഷ്യൻസിയോട് കൂടിയിട്ടാണ് അവർ കൊടുക്കുന്നത് എന്ന് വിലയിരുത്താനായിട്ട്. ഇനി എന്താണ്? നറേറ്റ് ആൻഡ് മെഷർ ദ പ്രസന്റ് പെർഫോമൻസ്. ഇപ്പോഴത്തെ പ്രസന്റ് പെർഫോമൻസ് എങ്ങനെയാണ്, അവിടെ നിലവാരമുള്ള കെയറിംഗ് ആണ് കൊടുക്കുന്നത് എന്ന് വിലയിരുത്താൻ ഇപ്പോഴത്തെ പ്രസന്റ് പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മെഷർ ചെയ്യാനായിട്ട് അളക്കാനായിട്ടാണ് ക്ലിനിക്കൽ ഓഡിറ്റ് യൂസ് ചെയ്യുന്നത്. ഹെൽപ്പ് ഡെവലപ്പിംഗ് ഒബ്വിയസ് സ്റ്റാൻഡേർഡ്സ്. എന്താണ് ഒബ്വിയസ് എന്ന് പറഞ്ഞാല്? ഒബ്വിയസ് എന്താണ്? വ്യക്തമായിട്ടുള്ള, അല്ലെ? വ്യക്തമായ മാനദണ്ഡങ്ങൾ വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ക്ലിനിക്കൽ ഓഡിറ്റ് ചെയ്യുന്നു. ഓക്കെ, വ്യക്തമായ സ്റ്റാൻഡേർഡ്സ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തുന്നുണ്ട്. ഇനി എന്താണ്? റെക്കമെൻഡ്സ് വാട്ട് റിക്വയർസ് ടു ബി ചേഞ്ച്. ഇനി എന്ത് മാറ്റങ്ങളാണ് വേണ്ടതെന്ന് വിലയിരുത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി എന്ത് മാറ്റങ്ങൾ നമ്മൾ പറഞ്ഞു? ക്ലിനിക്കൽ അവിടെ കൊടുക്കുന്ന ക്ലിനിക്കൽ കെയറില് എന്തെങ്കിലും മാറ്റം വേണമെങ്കിൽ അതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഓഡിറ്റ് ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിന് മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ മാറ്റങ്ങൾ വരുത്താം. അങ്ങനെയുള്ള ചേഞ്ചസ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട്. ഇനി എന്താണ്? ഹെൽപ്പ് ടു മൊബിലൈസ് റിസോഴ്സസ് ഫോർ ചേഞ്ച്, അല്ലെ? മാറ്റത്തിനായിട്ട് പല കാര്യങ്ങൾ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞു? ക്ലിനിക്കൽ ഓഡിറ്റ് അല്ലെങ്കിൽ ക്ലിനിക്കൽ കെയറില് അവർക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണം എന്ന് പറയുകയാണെങ്കിൽ എന്താണ്? അതിന് വേണ്ടിയിട്ട് പല റിസോഴ്സുകളും ആവശ്യമാണ്. അപ്പൊ അങ്ങനെയുള്ള മാറ്റം വരുത്താനായിട്ട് റിസോഴ്സുകൾ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തുന്നു. അപ്രൈസ് ദ പാസ്റ്റ് ആൻഡ് modify the present process. Appraise the past and modify the present process. എന്താണ്? മുൻപത്തെ, അല്ലെ? പാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മുൻപത്തെ പരിചരണ കാര്യങ്ങള് ഇവാലുവേറ്റ് ചെയ്യാനും പ്രസന്റ് കാര്യങ്ങള് ഒന്നും കൂടി മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും ക്ലിനിക്കൽ ഓഡിറ്റ് ചെയ്യുന്നുണ്ട്. എന്താ പറഞ്ഞത്? പാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങള്, മുമ്പത്തെ കാര്യങ്ങളില് മുമ്പത്തെ പരിചരണ കാര്യങ്ങളില് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ ഇപ്പോ നടക്കുന്ന പ്രസന്റ് കണ്ടീഷനിൽ എന്തെങ്കിലും മോഡിഫൈ ചെയ്യണോ അതുമായിട്ട് ബന്ധപ്പെട്ട്
എന്താണ് ക്ലിനിക്കൽ ഓഡിറ്റ് ചെയ്യുന്നുണ്ട്, നടത്തുന്നുണ്ട്. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങളാണ് ക്ലിനിക്കൽ ഓഡിറ്റിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. പർപ്പസ് ഓഫ് ഓഡിറ്റ് 3-4 പറയണോ? 3 എന്താ പറഞ്ഞത്? ആവശ്യത്തിനനുസരിച്ച് സ്റ്റാഫുകളുടെ യൂട്ടിലൈസേഷന് വേണ്ടിയിട്ട്. ഇറ്റ് ഈസ് റെഗുലേറ്ററി in nature that ensure full and effective utilization of staff and facilities available. ആവശ്യത്തിനനുസരിച്ച് സ്റ്റാഫുകളുടെ യൂട്ടിലൈസേഷന് വേണ്ടിയിട്ട് ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തുന്നു. ഇനി എന്താണ് 4-മത്തെ? Evaluate the effectiveness and efficiency of health programs and service put into practice. അവിടെ കൊടുക്കുന്ന ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സർവീസുകളായാലും അതുപോലെ തന്നെ ഹെൽത്ത് കെയർ പ്രോഗ്രാംസിലായാലും എന്താണ് എത്രത്തോളം ഇഫക്റ്റീവ്നെസ് ഉണ്ട് അല്ലെങ്കിൽ എഫിഷ്യൻസി ഉണ്ട് എന്ന് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട്, വിലയിരുത്താനായിട്ട് ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തുന്നു. മനസ്സിലായോ? ഇനി ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും പോയിന്റില്? ഓക്കെ ആണോ? ഒന്ന് വായിച്ചു നോക്കി. വായിച്ചു നോക്കൂ കേട്ടോ. കൺകറന്റ് ഓഡിറ്റ് ആൻഡ് റിട്രോസ്പെക്റ്റീവ് ഓഡിറ്റ് ആൻഡ് പർപ്പസ് ഒന്ന് വായിച്ചു നോക്കി. എയ്ത്ത് പോയിന്റ് എന്താണ്? നമ്മൾ പറഞ്ഞല്ലോ ഓഡിറ്റ് നടത്തുമ്പോ ചില കാര്യങ്ങൾ മാറ്റം വരുത്തേണ്ടതുണ്ടാവും. അപ്പൊ ആ മാറ്റം വരുത്താനായിട്ട് ചില റിസോഴ്സുകളുടെ ആവശ്യമാണ്. അതിനു വേണ്ടിയിട്ട് റിസോഴ്സുകൾ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് എയ്ത്ത് പോയിന്റ് കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചേ. ഓക്കെ ആണോ? കൺകറന്റ് ഓഡിറ്റും റിട്രോസ്പെക്റ്റീവ് ഓഡിറ്റും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ലാസ്റ്റ് പോയിന്റ് എന്താണ്? നമ്മള് ഇപ്പോ അപ്രൈസ് ദ പാസ്റ്റ് ആൻഡ് മോഡിഫൈ ദ പ്രസന്റ് പ്രോസസ് എന്താ പറഞ്ഞതാണ് കേട്ടോ. ലാസ്റ്റ് പോയിന്റ് നോക്കിയേ. ലാസ്റ്റ് പോയിന്റ് പറഞ്ഞാല് മുമ്പത്തെ പരിചരണ കാര്യങ്ങള് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും മുമ്പത്തെ പാസ്റ്റ് ആയിട്ടുള്ള പരിചരണ കാര്യങ്ങള് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇപ്പോഴത്തെ പ്രസന്റ് ആയിട്ടുള്ള കാര്യങ്ങള് അതിനകത്ത് എന്തെങ്കിലും മോഡിഫൈ ചെയ്യണോ അങ്ങനെ ഉള്ളതിന് വേണ്ടിയിട്ടുമാണ് ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തുന്നത്. പാസ്റ്റിലെ കാര്യങ്ങൾ എന്തെങ്കിലും എന്താണ് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട്, പാസ്റ്റിലെ പരിചരണങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇപ്പോ നടക്കുന്ന പ്രസന്റ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങളില് എന്തെങ്കിലും മോഡിഫൈ നടത്തുന്നതിന് വേണ്ടിയിട്ടുമാണ് ക്ലിനിക്കൽ ഓഡിറ്റ് ചെയ്യുന്നത്. ഇനി എന്താണ് തേർഡ് പോയിന്റ് എന്താ പറഞ്ഞത്? തേർഡ് പോയിന്റ് എന്താണ്? ആവശ്യത്തിനനുസരിച്ച് സ്റ്റാഫുകളുടെ യൂട്ടിലൈസേഷൻ അത് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്റ്റാഫുകളെ യൂട്ടിലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഏതാണ്? ഡൗട്ട് ഉണ്ടോ വല്ലതും? ക്ലിയർ ആണോ? പർപ്പസ് ഓക്കെ ആണോ? ഓക്കെ, ഇനി നോക്കിയേ. ഓക്കെ, ഇനി നെക്സ്റ്റും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് കേട്ടോ. നോക്കാം. പ്രീ റിക്വസിറ്റ്സ് ഫോർ ക്ലിനിക്കൽ ഓഡിറ്റ്. ഓക്കെ, 2 കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. മെഡിക്കൽ ഓഡിറ്റ് കമ്മിറ്റി. ഈ മെഡിക്കൽ ഓഡിറ്റ് കമ്മിറ്റീസിൽ ആരൊക്കെയാണ് ഉൾപ്പെടുന്നത്? ഫസ്റ്റ് പോയിന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചെയർമാൻ, ഓഫീസർ ഇൻചാർജ്, മെമ്പർ സെക്രട്ടറി, ഹെഡ്സ് ഓഫ് ഡിപ്പാർട്ട്മെന്റ്സ്, മെമ്പേഴ്സ്. അതിൽ പറഞ്ഞു തരാം കേട്ടോ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചെയർമാൻ അടിയിൽ വരച്ചു വെക്കാം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചെയർമാൻ ഉണ്ടാവും.
അതാണ് കമ്മിറ്റിയുടെ ഇൻചാർജ് എന്ന് പറയുന്നത്. അദ്ദേഹമാണ് കമ്മിറ്റിയുടെ ഇൻചാർജ്. കിട്ടിയോ? അത് മനസ്സിലായോ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചെയർമാൻ, അദ്ദേഹമാണ് ഇൻചാർജ്. ഇനി എന്താണ്? മെമ്പർ സെക്രട്ടറി ഉണ്ടാവും. അടുത്ത ആളാണ് മെമ്പർ സെക്രട്ടറി. അതുപോലെ തന്നെ ഹെഡ്സ് ഓഫ് ഡിപ്പാർട്ട്മെന്റ്സ് മെമ്പേഴ്സ് ഉണ്ടാവും. പല ഹെഡ്സിന്റെയും പല ഡിപ്പാർട്ട്മെന്റിന്റെയും ഹെഡ്സുകൾ അവരും മെമ്പേഴ്സ് ആണ്. 3 കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചെയർമാൻ, അതാണ് ഇൻചാർജ് എന്ന് പറയുന്നത്, അദ്ദേഹമാണ് ഇൻചാർജ്. അതുപോലെ മെമ്പർ സെക്രട്ടറി ഉണ്ടാവും. അതുപോലെ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും മെമ്പേഴ്സ്, ഹെഡ്സ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. ക്ലിയർ ആയോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് പോയിന്റ് ഒക്കെയാണ്. കിട്ടി? ഇനി നോക്കി, ഈ കമ്മിറ്റി കൂടുന്നത് എപ്പോഴൊക്കെയാണ്? ദ കമ്മിറ്റി ടു മീറ്റ് വൺസ് എ മന്ത് ഓൺ ഫിക്സഡ് ഡേ. എന്താണ്? മാസത്തില് ഒരു പ്രാവശ്യം കമ്മിറ്റി കൂടും. അവര് ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു ദിവസമായിരിക്കും കമ്മിറ്റി കൂടുന്നത്. മാസത്തില് ഒരു ദിവസം. ക്ലിയർ ആയോ? അപ്പൊ കമ്മിറ്റിയിൽ ആരൊക്കെ ഉണ്ടാവും? കമ്മിറ്റിയിൽ ആരൊക്കെയാണ് ഉണ്ടാവാം? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചെയർമാൻ അല്ലെ, അദ്ദേഹമാണ് ഇൻചാർജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മെമ്പർ സെക്രട്ടറി ഉണ്ടാവും. അതുപോലെ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ് ഓഫ് മെമ്പേഴ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ എന്താണ്? എപ്പോഴൊക്കെയാണ് ഇത് കൂടുന്നത്? മാസത്തില് നിശ്ചയിച്ചിട്ടുള്ള ഡേയ്സില് ഒരു ദിവസം. ഓക്കെ, മന്തില് ഒരിക്കൽ കേട്ടോ. ക്ലിയർ അല്ലേ? ഇനി എന്താണ്? വെൽ ഓർഗനൈസ്ഡ് മെഡിക്കൽ റെക്കോർഡ്സ്. മെഡിക്കൽ റെക്കോർഡ്സില് എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാകുന്നത്? ഫസ്റ്റ് എന്താണ്? ഹോസ്പിറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ്. അവിടെ ഒരു കോമന്റ് കൊടുത്തോളൂ കേട്ടോ. ഹോസ്പിറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ്, അതുപോലെ ഹോസ്പിറ്റൽ റിസോഴ്സസ്, ഹോസ്പിറ്റൽ യൂട്ടിലൈസേഷൻ റേറ്റ്സ്, അഡ്മിഷൻ ഡാറ്റ. അപ്പോ എത്ര കാര്യങ്ങളാണ്? 4 കാര്യങ്ങളാണ് മെഡിക്കൽ റെക്കോർഡ്സിൽ ഉണ്ടാകുന്നത്. ഹോസ്പിറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ്, അതുപോലെ എന്താണ്? ഹോസ്പിറ്റൽ റിസോഴ്സസ്, ഹോസ്പിറ്റൽ യൂട്ടിലൈസേഷൻ റേറ്റ്സ്, അഡ്മിഷൻ ഡാറ്റ. ഇനി എന്താണ് ഹോസ്പിറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ്? എന്താണ്? ഹോസ്പിറ്റലിന്റെ സ്ഥിതി വിവര കണക്കുകളാണ് ഹോസ്പിറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ വരുന്നത്. ഹോസ്പിറ്റലിന്റെ സ്ഥിതി വിവര കണക്കുകൾ. ക്ലിയർ ആയോ? ഇനി എന്താണ് ഹോസ്പിറ്റൽ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ? എന്താണ്? റിസോഴ്സസുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഉണ്ടാവും ആ മെഡിക്കൽ റെക്കോർഡ്സിൽ. എന്താണ്? ഹോസ്പിറ്റലിലെ റിസോഴ്സസുകളെ കുറിച്ച് പലതരത്തിലുള്ള വിഭവങ്ങൾ ഉണ്ടാവുമല്ലോ, ആ വിഭവങ്ങളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഉണ്ടാവും. ഇനി എന്താണ്? ഹോസ്പിറ്റൽ യൂട്ടിലൈസേഷൻ റേറ്റ്സ് എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാവുമല്ലോ, ആ കാര്യങ്ങളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്. ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന പല കാര്യങ്ങളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് ഹോസ്പിറ്റൽ യൂട്ടിലൈസേഷൻ റേറ്റ് എന്ന് പറയുന്നത്. ഇനി എന്താ? അഡ്മിഷൻ ഡാറ്റ അല്ലെ. ഹോസ്പിറ്റലിൽ എത്ര പേര് വരുന്നു, പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അഡ്മിഷൻ ഡാറ്റ. ഡിസ്ചാർജ് അല്ലെ, എത്ര പേര് അഡ്മിറ്റ് ആയിട്ടുണ്ട്, എത്ര പേര് വന്നിട്ടുണ്ട്, എത്ര പേഷ്യൻസ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അഡ്മിഷൻ ഡാറ്റയിൽ ഉള്ളത്. ക്ലിയർ ആയില്ലേ? ഇത്രയും കാര്യങ്ങളാണ് മെഡിക്കൽ റെക്കോർഡ്സിൽ ഉൾക്കൊള്ളുന്നത്. മെഡിക്കൽ റെക്കോർഡ്സിലുള്ള കാര്യങ്ങളാണ് ഹോസ്പിറ്റലിന്റെ സ്ഥിതി വിവര കണക്കുകൾ ഉണ്ടാവും. ഏതൊക്കെ റിസോഴ്സസ് ആണ് യൂസ് ചെയ്യുന്നത് അത് ഉണ്ടാവും. അതുപോലെ തന്നെ പല കാര്യങ്ങളും ഉപയോഗിക്കുന്നുണ്ട്, യൂട്ടിലൈസേഷൻ ചെയ്യുന്നുണ്ട്, ആ കാര്യങ്ങളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഉണ്ടാവും. അതുപോലെ തന്നെ എത്ര പേഷ്യൻസ് ആണ് അഡ്മിറ്റ് ആയിരിക്കുന്നത്, എത്ര പേര് വന്നിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ പേഷ്യൻസിനെ കുറിച്ചുള്ള ഡാറ്റയും ഈ മെഡിക്കൽ റെക്കോർഡ്സിൽ ഉണ്ടാവും. ഓക്കെയാണോ? മനസ്സിലായോ? ഓക്കെ. ഇനി stages of clinical audit. Preparing for audit, selecting criteria, measuring performance, making improvement,
സസ്റ്റെയിനിങ് ഇംപ്രൂവ്മെന്റ്സ്, റീ ഓഡിറ്റ്. 6 സ്റ്റെപ്പുകളാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് നോക്കിയേ, പ്രിപ്പയറിംഗ് ഫോർ ഓഡിറ്റ്. ഇപ്പൊ ഫസ്റ്റ് സ്റ്റേജ് ആണ് ഏത്? ഇതിന്റെ സ്റ്റേജ് ആണ് നമ്മൾ പറഞ്ഞത്, ക്ലിനിക്കൽ ഓഡിറ്റിന്റെ സ്റ്റേജ് ആണ് കേട്ടോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേജ് ആണ് പ്രിപ്പയറിംഗ് ഫോർ ഓഡിറ്റ്. നോക്കിയേ, അതിനകത്ത് ഒരു ഡയഗ്രാം കണ്ടില്ലേ നിങ്ങള്? കണ്ടോ? ഓക്കെ. അതിനകത്ത് ഫസ്റ്റ് വരുന്നത് എന്തായിരിക്കാം? ഫസ്റ്റ് സ്റ്റേജില് ഫസ്റ്റ് വരുന്നത് എന്തായിരിക്കാം? സെലക്ടിങ് എ ടോപ്പിക് അല്ലെ? സെലക്ടിങ് എ ടോപ്പിക്. നമ്മൾ ഓഡിറ്റ് പ്രിപ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് എന്താണ്? നമ്മളൊരു വിഷയത്തെ കുറിച്ചാണ് പഠിക്കുന്നത് അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഒരു ടോപ്പിക് സെലക്ട് ചെയ്യണം. ഇനി രണ്ടാമത് വരുന്നത് എന്താണ്? പ്രയോറിറ്റൈസ് ഓഡിറ്റ്. പ്രയോറിറ്റി കൊടുക്കുക, മുൻഗണന കൊടുക്കുക. ക്ലിയർ ആയോ? ആദ്യം ടോപ്പിക് സെലക്ട് ചെയ്തു, അതിന് നമ്മൾ മുൻഗണന കൊടുത്തു. ഇനി എന്താണ്? ഡിഫൈനിങ് ദ പർപ്പസ്. നമ്മൾ എന്ത് ചെയ്യണം? എന്താണോ ഓഡിറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്, എന്തിനു വേണ്ടിയിട്ടാണോ ഓഡിറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്, അതിന്റെ പർപ്പസ് അല്ലെ? അതിന്റെ ഉദ്ദേശം എഴുതണം. പർപ്പസ് എന്താണ് എന്നുള്ളത് ഇവിടെ എഴുതി വെക്കണം. ക്ലിയർ ആയോ? ഫസ്റ്റ് നമ്മള് ടോപ്പിക് സെലക്ട് ചെയ്തു, പ്രയോറിറ്റി കൊടുത്തു, അതിന്റെ ഉദ്ദേശം എന്താണെന്ന് റെക്കോർഡ് ചെയ്തു. 3 സ്റ്റേജ് കിട്ടിയോ? ഇനി എന്താണ്? പ്ലാനിങ് ഓഡിറ്റ്. ഓഡിറ്റ് പ്ലാൻ ചെയ്തു അല്ലെ? പറഞ്ഞു തരാം കേട്ടോ. ഓഡിറ്റ് പ്ലാൻ ചെയ്തു. പിന്നെന്താ? യൂസേഴ്സ് ഇൻഫർമേഷൻ. ആളുകളിൽ നിന്ന് ഇൻഫർമേഷൻസ് നമ്മള് കളക്ട് ചെയ്തു, ശേഖരിച്ചു. അപ്പോ ഫസ്റ്റ് സ്റ്റേജില് ഓഡിറ്റ് പ്രിപ്പറേഷൻ ആണ് ചെയ്യുന്നത്. അപ്പോ അതിനകത്ത് ആ ഡയഗ്രാമത്തില് ഫസ്റ്റ് വരുന്നത് എന്താണ്? ഡയഗ്രത്തില് ഫസ്റ്റ് വരുന്നത് സെലക്ടിങ് ടോപ്പിക് അല്ലെ? ടോപ്പിക് ആദ്യം സെലക്ട് ചെയ്തു, അതിന് പ്രയോറിറ്റി കൊടുത്തു. പ്രയോറിറ്റൈസ് ഓഡിറ്റ്. പ്രയോറിറ്റി മുൻഗണന കൊടുത്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? ഡിഫൈനിങ് ദ പർപ്പസ്. നമ്മള് ആ ഓഡിറ്റ് ചെയ്യുന്നത് എന്തിനാണോ, എന്താണോ അതിന്റെ ഉദ്ദേശം എന്നുള്ളത് അവിടെ റെക്കോർഡ് ചെയ്തു. ഇനി എന്താ? പ്ലാനിങ്. ഓഡിറ്റ് പ്ലാൻ ചെയ്തു. യൂസേഴ്സ് ഇൻഫർമേഷൻ. യൂസേഴ്സിനോട് സംസാരിച്ച് അവരിൽ നിന്ന് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് സ്റ്റേജിൽ നടക്കുന്നത്. ഇനി ഈ സ്റ്റേജസുകൾ കാണാതെ പഠിക്കണം. ഇതിനകത്തെ ഓരോ സ്റ്റേജിലും ഓരോ ഡയഗ്രാം ഉണ്ട്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡയഗ്രാംസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതും അതിനകത്ത് വരുന്നത് എന്താണോ ചിലപ്പോ ചോദിക്കാം, വിട്ട് ചോദിക്കാം. ചിലപ്പോ ഒരെണ്ണം തരാം, അല്ലെങ്കിൽ നെക്സ്റ്റ് ഉള്ളത് ഏതാണ് എന്നുള്ളത് ചോദിക്കാം. ഓക്കെ. അപ്പൊ ക്വസ്റ്റ്യൻസ് പല രീതിയിൽ വരാം. ഇമ്പോർട്ടന്റ് ആണ് ഡയഗ്രാം. ഇത് കാണാപ്പാഠം പഠിച്ചു വെക്കാം. ഓക്കെ. ക്ലിയർ ആയോ? സ്റ്റേജുകള്, ഫസ്റ്റ് സ്റ്റേജുകൾ നമ്മൾ 6 സ്റ്റേജുകളും പഠിച്ചില്ലേ? അതും ഒന്ന് ഓർത്ത് വെക്കാം. രണ്ടാമത് വരുന്ന സ്റ്റേജ് ഏതാണ്, മൂന്നാമത് വരുന്ന സ്റ്റേജ് ഏതാണെന്നൊക്കെ ചോദിക്കാം. അപ്പൊ ഓർഡറിൽ പഠിച്ചു വെക്കണം. ഒന്ന് മനസ്സിൽ നോക്കി. ഇത്രയും വരെ പ്രീ റിക്വസിറ്റ്സ് ഫോർ ക്ലിനിക്കൽ ഓഡിറ്റ് തുടങ്ങി. ഈ ഡയഗ്രാം വരെ ഒന്ന് വായിച്ചു നോക്കൂ കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോഴേ തന്നെ പഠിച്ചു പോവാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഏതാടാ പറയേണ്ടത്? ഏതാണ്? റേറ്റ് അല്ലെ? ഹോസ്പിറ്റൽ യൂട്ടിലൈസേഷൻ റേറ്റ്. ഹോസ്പിറ്റലിൽ പല കാര്യങ്ങളും ഉപയോഗിക്കുന്നുണ്ടല്ലോ. അവരുടെ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്, യൂട്ടിലൈസ് ചെയ്യുന്ന പല കാര്യങ്ങളും ഉണ്ടാവും. അതിനകത്ത് അതിന്റെ ഡീറ്റെയിൽസുകൾ നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കണം. ക്ലിയർ ആയോ? ഡീറ്റെയിൽസ്, അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ യൂട്ടിലൈസേഷൻ റേറ്റ് എന്ന് പറയുന്നത്.
ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്. മനസ്സിലായോ? ഡയഗ്രാം ഓക്കെയാണോ? ഫസ്റ്റ് ഡയഗ്രാം ക്ലിയർ ആയി? ഓക്കെ. ഇനി സെക്കൻഡ് ഡയഗ്രാം ആണ് കേട്ടോ. മാറിപ്പോരുത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയാണ് വരുന്നത് കേട്ടോ. ഓക്കെ. സെക്കൻഡ് സ്റ്റേജ് ആണ് സെലക്ഷൻ ഓഫ് ക്രൈറ്റീരിയ. ക്രൈറ്റീരിയ എന്താണ്? എന്താ ക്രൈറ്റീരിയ? ക്രൈറ്റീരിയ എന്താ? നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ ക്രൈറ്റീരിയ എന്താ? മാനദണ്ഡങ്ങൾ അല്ലെ? മാനദണ്ഡം. അപ്പോ ഇനി നമ്മള് നെക്സ്റ്റ് ക്ലിനിക്കൽ ഓഡിറ്റുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേജസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന്റെ സെക്കൻഡ് സ്റ്റേജ് ആണ് സെലക്ഷൻ ഓഫ് ക്രൈറ്റീരിയ. ഫസ്റ്റ് ആണ് അതിനകത്തെ ആ ഡയഗ്രാമിൽ ഫസ്റ്റ് വരുന്നതാണ് ഇത് ഡിഫൈനിങ് ക്രൈറ്റീരിയ. ഓക്കെ, ഡിഫൈനിങ് ക്രൈറ്റീരിയ. എന്താണ് മാനദണ്ഡം എന്ന് ഡിഫൈൻ ചെയ്യണം. അതാണ് ഡിഫൈനിങ് ക്രൈറ്റീരിയ. എന്താണ് മാനദണ്ഡം, എന്താണ് ക്രൈറ്റീരിയ എന്ന് ഡിഫൈൻ ചെയ്യുക. നമ്മൾ പറഞ്ഞു ഇപ്പൊ ഓഡിറ്റ് നടത്തുമ്പോ മെയിൻ ആയിട്ട് ഓഡിറ്റില് ചെക്ക് ചെയ്യുന്നത് എന്താണ്? പേഷ്യൻസ് കെയർ ആവാം, അല്ലെങ്കിൽ എന്താണ് ഡോക്ടറേറ്റ് ട്രീറ്റ്മെന്റ്. അങ്ങനെ ഒരു ടോപ്പിക് സെലക്ട് ചെയ്തിട്ടാണ് ഓഡിറ്റ് നടത്തുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ എന്താണ് മാനദണ്ഡം എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യണം. എന്താണ് ഓഡിറ്റ് നടത്തുന്നതിന്റെ മാനദണ്ഡം എന്താണ് എന്നുള്ളത് ഡിഫൈൻ ചെയ്യണം. ചിലപ്പോ എന്താണ് പേഷ്യന്റിന്റെ കെയർ ആവാം, അല്ലെങ്കിൽ ഡോക്ടർ പേഷ്യൻസിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ആവാം. അതിനെ കുറിച്ചുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഓഡിറ്റ് നടത്തുന്നതെങ്കിൽ ആ ടോപ്പിക് അവിടെ എന്താണ് മാനദണ്ഡം എന്നുള്ളത് അവിടെ ഡിഫൈൻ ചെയ്യാം. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഫസ്റ്റ് സ്റ്റേജ്. സെക്കൻഡ് സ്റ്റേജിലെ ഫസ്റ്റ് പോയിന്റ്. ഓക്കെ, ഇനി എന്താണ് സോഴ്സസ് ഫോർ എവിഡൻസ്. നമ്മൾ പല സോഴ്സസുകളും അല്ലെ, പല റിസോഴ്സസിൽ നിന്ന് നമ്മൾ അല്ലെങ്കിൽ പല ഉറവിടങ്ങളിൽ നിന്ന് നമ്മൾ എവിഡൻസ് സ്വീകരിക്കുന്നുണ്ട്. ഇവിടെ എങ്ങനെയാണ് ഓഡിറ്റ് നടത്തുന്നത്? ഏതൊക്കെയാണ് എവിഡൻസ് ആയിട്ട് വരുന്നത് പറയാൻ പറ്റുമോ? ഹോസ്പിറ്റലാണെങ്കിൽ മെയിൻ ആയിട്ട് എവിടെ നിന്ന് കളക്ട് ചെയ്യാം നമ്മൾ ഇൻഫർമേഷൻസ്? വെരി ഗുഡ്. പേഷ്യൻസിന്റെ റെക്കോർഡ്സ് ആവാം അല്ലെ, പേഷ്യൻസ് രജിസ്റ്റർ ആവാം. അതുപോലെ എന്താണ് മെഡിക്കൽ റെക്കോർഡ്സ് അല്ലെ. ഇതിൽ നിന്നൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് അല്ലെങ്കിൽ എവിഡൻസ് കളക്ട് ചെയ്യുന്നത്. ഓക്കെ, പേഷ്യൻസിനോട് ചോദിച്ചിട്ടാവാം, അല്ലെങ്കിൽ പേഷ്യൻസ് രജിസ്റ്ററിൽ നിന്നാവാം, അല്ലെങ്കിൽ എന്താണ് മെഡിക്കൽ റെക്കോർഡ്സിൽ നിന്നൊക്കെ നമ്മൾ എവിഡൻസ് കളക്ട് ചെയ്യുന്നുണ്ട്. അതാണ് സോഴ്സസ് ഓഫ് എവിഡൻസ്. ഓക്കെ ആണോ? അപ്പോ സെക്കൻഡ് സ്റ്റേജില് ഫസ്റ്റ് പോയിന്റ് ആയിരുന്നു എന്ത്? ഡിഫൈനിങ് ക്രൈറ്റീരിയ. എന്താണ് മാനദണ്ഡം അല്ലെങ്കിൽ എന്താണ് ക്രൈറ്റീരിയ എന്നത് ഡിഫൈൻ ചെയ്തു. നമ്മള് എവിഡൻസ് കളക്ട് ചെയ്തു. ഇനി എന്താണ് അപ്രൈസിങ് ദ എവിഡൻസ്. എന്താണ് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന എവിഡൻസ്. നമ്മൾ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തല്ലോ, മെഡിക്കൽ റെക്കോർഡ് വഴി അല്ലെങ്കിൽ പേഷ്യൻസ് രജിസ്റ്റർ വഴി നമ്മൾ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തു. ആ കിട്ടിയിരിക്കുന്ന എവിഡൻസ് ഇവാലുവേറ്റ് ചെയ്തു. അതാണ് അപ്രൈസിങ് ദ എവിഡൻസ്. കിട്ടിയിരിക്കുന്ന എവിഡൻസ് കളക്ട് ചെയ്തതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? ഇവാലുവേഷൻ നടത്തി. അപ്രൈസിങ് ദ എവിഡൻസ്. കിട്ടിയോ? 3 കാര്യങ്ങളും മനസ്സിലായോ? ഓക്കെ, ഡൗട്ട് ഒന്നുമില്ല. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? സ്റ്റേജ് 2 സെലക്ഷൻ ഓഫ് ക്രൈറ്റീരിയ ആണ് പറഞ്ഞത്. നമ്മൾ ആദ്യം ഡിഫൈൻ ചെയ്തു എന്താണ് മാനദണ്ഡം എന്നുള്ളത് ഡിഫൈൻ ചെയ്തു. എവിഡൻസ് കളക്ട് ചെയ്തു, പേഷ്യന്റ് രജിസ്റ്ററിൽ നിന്നോ അല്ലെങ്കിൽ എന്താണ് മെഡിക്കൽ റെക്കോർഡിൽ നിന്നോ നമ്മൾ എവിഡൻസ് കളക്ട് ചെയ്തു, അതിൽ ഇവാലുവേറ്റ് ചെയ്തു. അതാണ് ലാസ്റ്റ് പോയിന്റ് പറഞ്ഞത് അപ്രൈസിങ് ദ എവിഡൻസ്. ഓക്കെ,
ഓക്കെ ആണ്. സോഴ്സസ് ഓഫ് എവിഡൻസ് ഡൗട്ട് ഉണ്ടോ? കിട്ടിയില്ലേ 3 പോയിന്റും? ഓക്കെ ആണോ? ഓക്കെ, ഇത്രയും വരെ മിനിറ്റ്സ് എടുക്കുന്നുള്ളൂ കേട്ടോ. ഇത്രയും വരെ പഠിച്ചിട്ട് വരാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഇത്രയും വരെയും ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഓക്കെ ആണ്. ഓക്കെ, താങ്ക് യു.